അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടെ വരണം. ഈ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പച്ചരി വേണമെങ്കിലും എടുക്കാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കുക. ഞാനിപ്പോൾ 1 മണിക്കൂറോ വെച്ചിട്ടുള്ളൂ. നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടി പോവരുത്. ബാക്കി ആ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരി അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. പാല് നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ പാല് വറ്റി പകുതി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമ്മളിതിലേക്ക് അരി അരച്ച് വെച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിക്കും. അപ്പോൾ ഇതാ പെട്ടെന്ന് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിക്കും. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാവും. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മാവൊന്ന് വെന്ത് കിട്ടണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കുക. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി സെറ്റാവും. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കുന്ന സമയത്ത് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ചൂട് മാറിക്കഴിയുമ്പോൾ റെഡിയായി കിട്ടും. ഇനി ഇത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. വീണ്ടും ഞാൻ ഒരു പാത്രം ഇതാ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക തല്ലി ചതച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ച പാല് വറ്റി 1 ഗ്ലാസ് ആയിട്ട് വരണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇളക്കിയിട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി പോലും നെയ്യിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് പാല് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കര നല്ലതാണ്. പാലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുക. പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ പാല് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ പാൽപ്പൊടി കട്ട പിടിക്കും. അപ്പോൾ അതായത് വറ്റി 1 ഗ്ലാസ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. സാധാരണ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡൊന്നുമല്ല, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ബ്രെഡ്. ഞാനിപ്പോൾ 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ബ്രെഡിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ അരികെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ നിന്നും ഒരു ബ്രെഡ് എടുക്കുക. ഇനി നമ്മളെടുത്ത ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം.
കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ അതാ പരത്തിയെടുത്തു. ഇനി നമ്മൾ ആ ഫില്ലിങ് തയ്യാറാക്കി വെച്ചില്ലേ, അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഫില്ലിങ് ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഫില്ലിങ് എടുക്കുക. ഇനി നമ്മൾ പരത്തിയെടുത്ത ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് പരത്തിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒരു ജസ്റ്റ് ഒന്ന് ആവി ഏറ്റിയെടുത്താൽ മതി. ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല, നല്ലോണം പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആവി ഏറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഫില്ലിങ് ബാക്കി വന്നതുകൊണ്ട് കുറച്ച് ബ്രെഡും കൂടെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മൾ പാല് തിളപ്പിച്ച് ചൂടാറിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഫുള്ളായിട്ട് ബ്രെഡ് കവർ ചെയ്യത്തക്ക രീതിയിൽ ഫുള്ളും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാം പൊടിച്ചത് ചേർക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബദാമും കുറച്ച് പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പാലൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. പാല് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെന്ന് പറയുകയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ബദാമും കുറച്ച് പിസ്തയും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. പാല് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പാലും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്